നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ റെസിപ്പി ഉണ്ടാക്കാം. ചക്ക കൊണ്ട് നല്ലൊരു നാടൻ ഹൽവയാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നിങ്ങൾക്കിത് ചക്കയുള്ളപ്പോൾ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ കുറേ കാലം കേടാകാതെ ഇരിക്കുകയും ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് വേറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. ചക്ക ഹൽവ തന്നെയായിട്ട് ഉണ്ടാക്കണമെന്നില്ല. അത് ചക്ക ഇങ്ങനെ വരട്ടി ഒരു ജാം പരുവത്തിൽ നിങ്ങൾക്കിത് ഏറെ കാലം സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാൻ നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. അതുകൂടെ കുരും ഞവണിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ വൃത്തിയാക്കി വെച്ച് വെക്കുകയാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണമെന്നില്ല. നിങ്ങൾക്ക് അളവ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ അളക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാലും മതി. കുരും ഞവണിയും കളഞ്ഞെടുത്താൽ മതി. ഇതിപ്പോൾ ചെറിയൊരു അളവിലാണ് കാണിച്ചു തരുന്നത്. ഞാനിവിടെ 3.5 ഗ്ലാസ്സോളം ചക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ ചക്ക ഇട്ട് കൊടുക്കാം. കുറച്ചളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വറ്റിയെടുക്കാൻ പറ്റും. വെള്ളമൊന്നും ഒഴിക്കണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് വേവിക്കാം. ഈ കുക്കർ അടച്ചതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടിക്കണം. 2 വിസിലടിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് തണുത്തതിന് ശേഷം നോക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കി വയ്ക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ്സോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ചക്കര മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ചക്ക നല്ല മധുരമുള്ളതാണെങ്കിൽ ശർക്കര കുറച്ച് മതിയാവും. ചക്കര മധുരത്തിനനുസരിച്ചാണ് നമ്മൾ ശർക്കര എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഉരുക്കി വയ്ക്കാം. അതിനായിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഉരുക്കിയെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ കുക്കറിൽ 2 വിസിലടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്ഥലത്ത് കുക്കറും വെച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ അടുപ്പിൽ ശർക്കരപ്പാനി റെഡിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 റെഡി ആയിട്ടുണ്ട്. 2 ഇനി തണുത്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് വരട്ടാനുള്ള പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഇൻഡാലിയത്തിൻ്റെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ പാത്രമാകുമ്പോഴാണ് ഇളക്കാനൊക്കെ ഒരു സുഖം ഉണ്ടാവുക. നിങ്ങളുടെ കയ്യിൽ വലിയ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ഇല്ലെങ്കിൽ അതായാലും മതി. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുക്കറിൽ അടി പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വെള്ളം പോണ വരെ നമുക്കൊന്ന് വായിച്ചെടുക്കാം. അപ്പോൾ ഇത് അതോടൊപ്പം തന്നെ ഇത് നന്നായിട്ട് വെന്ത് ഉടയും. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇത് വറ്റിച്ചെടുക്കാനായിട്ട്. ചക്കര വെള്ളം വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചൂടാറിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം ഇതിൽ കരടും പിന്നെ അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചക്ക അവിടെ പതുക്കേനെ കിടന്ന് വലിഞ്ഞു വരികയാണ്. അതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം പകുതിയോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചക്ക കുറച്ച് പുളിയുള്ളതായിരുന്നു, അതുകൊണ്ട് മധുരം വേണ്ടി വരും. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ ചിലപ്പോൾ ഇത്ര ശർക്കരപ്പാനിയൊന്നും വേണ്ടി വരില്ല. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. എത്രത്തോളം മധുരം വേണമെന്നൊക്കെ നോക്കിയിട്ട് ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇനി ശർക്കരയൊക്കെ ഇടുന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കാൻ പോയ സമയത്ത് ഞാൻ ഇടയ്ക്ക് തന്നെ ഇളക്കി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയെ പിടിക്കും. നമ്മൾ ഹൈ ഫ്ലെയിമിലല്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ അടിയെ പിടിക്കും. ശർക്കരയുടെ അളവ് കറക്റ്റ് പറയാൻ പറ്റില്ല. അത് ചക്കയുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് ഇരിക്കുക. ഇപ്പൊ നമുക്ക് മധുരം നോക്കാം. നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വരഞ്ഞിട്ട് വരണം. അത് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇത് ഇത്തിരി ടൈം വേണ്ട പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മളിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ കഴിക്കാനായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാനായാലും ഇത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇളക്കാനായിട്ട് കുറച്ച് വലിയ കയ്യിൽ എടുക്കുന്നതാണ് കൂടുതൽ സൗകര്യം എന്നാണ് തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് നമ്മുടെ കൈമയ്ക്ക് ചൂടൊന്നും ആവില്ല. ഇതുപോലെ കുറച്ചളവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം.
ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലോട്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ വെള്ളമൊക്കെ ഇപ്പോൾ ഒരുവിധം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലൊരു 3 ടീസ്പൂൺ നെയ്യാണ് ചേർത്തത്. നിങ്ങൾക്ക് കുറവ് വേണമെങ്കിൽ 3 ടീസ്പൂൺ ചേർക്കണ്ട. 3 ടീസ്പൂൺ അധികമൊന്നുമല്ല, അതിലാവശ്യത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഉരുണ്ട് ഇങ്ങനെ ചട്ടിയിൽ നിന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പരിവെന്ന് പറയുന്നത് നമ്മൾ ഇതിങ്ങനെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഉരുട്ടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് ഉരുണ്ട് കിട്ടണം. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഇതിപ്പോൾ ചൂടോട് കൂടി തന്നെ ഇങ്ങനെ പരത്തി വെച്ചാൽ മതി. അതിനുശേഷം തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഹലുവ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഹലുവ പോലെയൊന്നും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയൊന്നും വരറ്റാൻ നിൽക്കണ്ട. അതിന് മുന്നേ തന്നെ ഈ ശർക്കരപ്പാനിയിലും ചക്കയിലൊക്കെ വെള്ളം വലിഞ്ഞിട്ട് ആ ഉരുളിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു ജാമ്പൊരു പരുവത്തിൽ കിട്ടും. അതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് വെച്ചിരുന്നത് ഒരു ചോറും പാത്രത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷേപ്പിലിരിക്കുന്നത്. അതിൻ്റെ പാടുകളൊക്കെ ഇപ്പോൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. എന്നിട്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ അത് മുറിച്ചെടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചക്കലയൊക്കെ ഒന്ന് ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ, പക്ഷെ കുറേ നേരം നിങ്ങൾക്ക് വരട്ടിയെടുക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ കുറേ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഈ ഒരു അളവിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10-25 മിനിറ്റിനുള്ളിൽ ചക്ക ഹൽവ റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ ആഗ്രഹത്തിനൊന്ന് കഴിക്കുകയും ചെയ്യാം. ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ കമൻസിലൂടെ എന്നോട് ചോദിക്കാനും, പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പുതിയ റെസിപ്പികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ശ്രുതീസ് കുക്കറി തൊട്ട് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യാനും അപ്പോൾ വരുന്ന ആ ബെല്ലൈക്കണില്ലേ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതെപ്പോൾ വേണമെങ്കിലും കാണാനും പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. വീണ്ടും കാണുന്നതുവരെ ബായ്.